ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. വനമാല ചൂടിടുമേ ദേവൻ, മലർവാസമൃദുഹാസം തൂകിടുമേ. വനമാല ചൂടിടുമേ ദേവൻ, മലർവാസമൃദുഹാസം തൂകിടുമേ. മുരളീധരാ വരൂ മധുരമിവാടിയിൽ, മുരളീധരാ വരൂ മധുരമിവാടിയിൽ. പരിപാവനമതിമോഹന ശുഭനർത്തനമാടാൻ, പരിപാവനമതിമോഹന ശുഭനർത്തനമാടാൻ. കാർവർണ്ണനെ കണ്ടുവോ സഖിയേ, കാമിനി മാനസ ചോരൻ മനോഹരൻ, കാമിനി മാനസ ചോരൻ മനോഹരൻ. കാർവർണ്ണനെ കണ്ടുവോ? എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നാരായണീയം മനസ്സിലാകുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? എളുപ്പമാണോ? അതോ ഇനിയും ഒത്തിരിയുടെയൊക്കെ മനസ്സിലാക്കി തരണോ? പതുക്കെ പതുക്കെ. എല്ലാവരും ഒന്നും മിണ്ടുന്നില്ല, ഒന്നും പറയുന്നുമില്ല. ഭഗവാൻ നാരായണനെ, അതായത് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും മനസ്സിലാകണേന്ന്. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് 7ാം ദശകത്തിൻ്റെ 8ഉം 9ഉം 10ഉമാണ്. ഇവിടം 7 ഇവിടം വരെ നമുക്ക് അറിയാം, പഠിച്ചു. ഇവിടെ തൊട്ട് കാളാംബോധകളായ പറയട്ടെ മക്കളെ. കാളാംബോധകളായ കോമള രുചി ചക്രേണ ചക്രം ദിശാ ആവൃണ്വാന ഉദാര മന്ദഹസിത സ്യന്തൽ പ്രസന്നാനനം. രാജൽ കമ്പുകധാരി പങ്കജധര ശ്രീമൽ ഭുജാമണ്ഡലം. സ്രഷ്ടുതുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗ ഉദ്വാസയേൽ. കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാന ഉദാര മന്ദഹസിതസ്യന്തൽ പ്രസന്നാനനം. രാജൽ കമ്പുകധാരി പങ്കജധര ശ്രീമൽ ഭുജാമണ്ഡലം. സ്രഷ്ടുതുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗ ഉദ്വാസയേൽ. കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാന ഉദാരമന്ദഹസിതസ്യന്തൽ പ്രസന്നാനനം. രാജൽ കമ്പുകധാരി പങ്കജധര ശ്രീമൽ ഭുജാമണ്ഡലം. സ്രഷ്ടുതുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേൽ. ഒന്നും കൂടെ. കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാന ഉദാരമന്ദഹസിതസ്യന്തൽ പ്രസന്നാനനം. രാജൽ കമ്പുകധാരി പങ്കജധര ശ്രീമൽ ഭുജാമണ്ഡലം. സ്രഷ്ടുതുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേൽ. ഒന്നും കൂടെ. കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാമാവൃണ്വാന ഉദാര മന്ദഹസിതസ്യന്തൽ പ്രസന്നാനനം. രാജൽ കമ്പുകധാരി പങ്കജധര ശ്രീമൽ ഭുജാമണ്ഡലം. സ്രഷ്ടുതുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗം ഉദ്വാസയേൽ. ഇനി 9ാമത്തെ. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂസ്ത്വൽപാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാകൃതാർത്ഥീ ഭവൻ. ഒന്നിലൂടെ വായിച്ചിട്ട് അപ്പുറം വായിക്കുക. ഇതിൻ്റെ ബാക്കി അപ്പുറത്തുണ്ട്. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂസ്ത്വൽപാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാകൃതാർത്ഥീ ഭവൻ. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂസ്ത്വൽപാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാകൃതാർത്ഥീ ഭവൻ.
ജാനാസ്യേവ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തഥാ പാദയ ദ്വൈതാദ്വൈതഭവൽ സ്വരൂപപരം ഇത്യാചഷ്ടതം ത്വാം ഭജേ. ഒന്നും കൂടെ. ജാനാസേവ്യമനീഷിതം മമ വിഭോ ജ്ഞാനം തഥാ പാദയ ദ്വൈതാദ്വൈതഭവൽ സ്വരൂപപരമിത്യാചഷ്ടതം ത്വാം ഭജേ. അപ്പുറത്ത് അത് ഒന്നുകൂടെ തീർത്ത് വായിക്കാം. ദൃഷ്ട്വാ ഈ 9-ാമത്തെ. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂസ്ത്വൽപാദപാദോരുഹേ. ഭൂസ് എന്നുള്ള സാ പറയണമെന്നില്ല, പറഞ്ഞാലും കുഴപ്പമില്ല. കമൽ ഭൂൽസ് ത്വൽപാദ ത്വൽപാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാകൃതാർത്ഥീ ഭവൻ. ജാനാസേവ്യമനീഷിതം മമ വിഭോ ജ്ഞാനം തഥാ പാദയ ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപപരമിത്യാചഷ്ടതം ത്വാം ഭജേ. അടുത്ത് 10-ാമത്തെ. ആതാമ്രേ ചരണേ വിനമ്രമഥതം ആതാമ്രേ ചരണേ വിനമ്രമഥതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിദാന സർഗവിധിഭിർബന്ധോപി സംജായതേ ഇത്യാഭാഷ്യഗിരം പ്രദോഷനിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയസ്സ ഭഗവന്നുല്ലാസയോല്ലാഘതാം ഉല്ലാഘത. ആദാമ്രേ ചരണേ വിനമ്രമഥതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിദാന സർഗവിധിഭിർബന്ധോപി സംജായതേ ഇത്യാഭാഷ്യഗിരം പ്രദോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയസ്സ ഭഗവന്നുല്ലാസയോല്ലാഘതാം. ആദാമ്രേ ചരണേ വിനമ്രമഥചം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിദാന സർഗവിധിഭിർബന്ധോപി സംജായതേ കഫം കിടന്നങ്ങ് ഞരമ്പേ കുരുങ്ങുക. ഇത്യാഭാഷ്യഗിരം പ്രദോഷനിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയസ്സ ഭഗവൻ ഉല്ലാസയോല്ലാഘതാം. ഈ 8, 9, 10 കാളാംബോധകളായ കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനൗദാരമന്ദ ഹസിതസ്യന്തൽ പ്രസന്നാനനം. സുന്ദരമായ പ്രസന്നമായ ആനനം, അതായത് മുഖം ഭഗവാന്റെ. രാജൽ കമ്പുകധാരി പങ്കജധര ശ്രീമൽ ഭുജാമണ്ഡലം സ്രഷ്ടുതുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേൽ. 9. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂസ്ത്വൽപാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാകൃതാർത്ഥീ ഭവൻ. ജാനാസ്യേവ്യമനീഷിതം മമ വിഭോ ജ്ഞാനം തഥാ പാദയ ദ്വൈതാദ്വൈതഭവൽ സ്വരൂപപരം ഇത്യാചഷ്ടതം ത്വാം ഭജേ. ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപം ഇത് ആചഷ്ട. ഇത്യാന്ന് പറഞ്ഞാൽ പരമിത് ആചഷ്ടതം ത്വാം ഭജ എന്ന് പറഞ്ഞാലും മതി. ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപ പരം ഇത്ത് ആചഷ്ട. ഇത്യാചഷ്ട എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം അങ്ങനെ തന്നെ അക്ഷരം എഴുതിയേക്കുന്നത്. സംസ്കൃതം ഉച്ചരിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ പറയാതെ ത്യായൊന്നും പറയത്തില്ല, ആചഷ്ടതം എന്ന് പറയും. അപ്പോൾ നമുക്ക് അക്ഷരങ്ങൾ നോക്കി പറയുന്നതിന് ഒരു കുഴപ്പമില്ല, ഭഗവാൻ അക്ഷരമാണല്ലോ. ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപപരമിത്യാചഷ്ടതം ത്വാം ഭജേ. ആദാമ്രേ ചരണേ വിനമ്രമഥതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിദാന സർഗവിധിഭിർബന്ധോപി സംജായതേ ഇത്യാഭാഷ്യഗിരം പ്രദോഷനിതരാം തച്ചിത്തഗൂഢസ്വയം
സൃഷ്ടൗ തം സമുദൈരയസ ഭഗവൻ ഉല്ലാസയോ ഉല്ലാഘതാം. നമുക്കിത് ഒന്നുകൂടെ ആദ്യം, അതായത് 7ന്റെ 1-ാം ശ്ലോകം തൊട്ട്. കഫക്കെട്ട് തൊണ്ടയിൽ ഇങ്ങനെ കുരുങ്ങുന്നതുകൊണ്ട് എവിടെ ബ്രേക്ക് ചെയ്യുന്ന അറിയാൻ ഒക്കത്തില്ല. താഴോട്ടും മേലോട്ടും പോകുന്നെങ്കിലല്ലേ നമുക്ക് കഫം മാറ്റാൻ പറ്റൂ. കാക്കച്ച് തുപ്പാച്ചാൽ വരത്തില്ല. അവിടെ തന്നെ ഇരുന്ന് അങ്ങനെ ഇങ്ങനെ ഒന്ന് അനക്കി അങ്ങോട്ടോട്ടൊന്ന് മാറ്റിച്ചും 2 അക്ഷരം പറയുമ്പോൾ അടുത്ത വീണ്ടും അവിടെ തന്നെ അങ്ങ് വരും ഭഗവാൻ. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനസ്തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം. 7-ാം ദിവസം 1-ാം ശ്ലോകമാണ്. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനസ്തസ്യോർധ്വം ത. ഇവിടെ സ് പുനസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാക്കാണ് അസ. പിന്നെ തസ്യോർധ്വം. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനസ്തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം. യം ശംസന്തി ഹിരണ്യഗർഭാഖിലത്രൈലോക്യ ജീവാത്മകം യോ ഭൂൽസ്ഫീതരജോ വികാര വികസന്നാനാസേ സൃക്ഷാരസ സോയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാന സ്വയം ബോധം ഖല്ലുനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്വം ജഗദാംബതേ തപ തപേത്യേവം ഹി വൈഹായസീം വാണീമേനമശിശ്രവശ്രുതി സുഖാം പൂർവം സ്തവ പ്രേരണാം കോസൗ മാമവത് പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ദീക്ഷ്യ കിമപ്യനീഷിതവതാ വാക്യാർത്ഥമുൽപശ്യതാ. ദിവ്യം വർഷസഹസ്രമാത്ര തപസാദേന ത്വ ആരാധിതസ്തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം മായാ യത്ര കഥാപി നോ വികുരുതേ ഭാതേ ജഗൽഭ്യോ ബഹിർശോകക്രോധ വിമോഹ സാധ്വസമുഖ ശോകക്രോധ വിമോഹ സാധ്വസമുഖാഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദചരീ ച യത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. യസ്മിന്നാമ ചതുർഭുജ ഹരിമണിശ്യാമാവതാ തത്വിഷോ ശ്യാമാവതാ തത്വിഷോ നാനാ ഭൂഷണരത്നദീപിതദിശോ രാജദ്യുമാനാലയ. ഭക്തി പ്രാപ്ത തഥാവിധോ ഉന്നത പദാ ദിവ്യന്തി ദിവ്യാ ജനാസ്തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേൽ നാനാ ദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോദിതാ ശാന്തരാ. വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോദിതാ ശാന്തരാ. ത്വൽപാദാംബുജ സൗരഭൈക കുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യ വിഭവം തത്തേ പദം ദേഹി മേ. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വൽ കോടിലസൽ കിരീടകടകാദ്യാകൽപതി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണിച്ഛായ അരുണം കാരണം വിശ്വേഷാം തവ രൂപമൈഷത വിധിസ്തത്തേ വിഭോ ഭാതുമേ. കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാന ഉദാരമന്ദഹസിതസ്യന്തൽ പ്രസന്നാനനം രാജൽ കമ്പുകധാരി പങ്കജധര ശ്രീമൽ ഭുജാമണ്ഡലം സ്രഷ്ടുതുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേൽ
ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂസ്തുൽപാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാകൃതാർത്ഥി ഭവൻ. ജാനാസ്യേ മനീഷിതം മമ വിഭോ ജ്ഞാനം തഥാ പാതയ ദ്വൈതാദ്വൈതഭവൽ സ്വരൂപപരം ഇത്യാചഷ്ടതം ത്വാം ഭജേ. ദ്വൈതാദ്വൈതഭവൽ സ്വരൂപപരമിത്യാചഷ്ടതം ത്വാം ഭജേ. ആദാമ്രേ ചരണേ വിനമ്രമധതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാന സർഗവിധിഭിർബന്ധോപി സംജായതേ ഇത്യാഭാഷ്യഗിരം പ്രദോഷ്യതിതരാം തച്ചിത്തഗൂഢസ്വയം സ്രഷ്ടൗ തം സമുദൈരയസ ഭഗവൻ ഉല്ലാസയോല്ലാഘതാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാനെ നാരായണ ഗുരുവേ, ഗുരുവായൂരപ്പ എല്ലാവരെയും രക്ഷിക്കണേ ഭഗവാൻ.